ഈ അനുഗ്രഹീതമായ മാസം എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ച റമദാനിൽ നമ്മൾ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത്? അല്ലാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നേടാൻ കഴിയേണ്ടിയിരുന്നത് തഖ്വയായിരുന്നു, ഭക്തിയായിരുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് നിർബന്ധമാക്കിയത് വരെ ഭക്തി ഉണ്ടാകാൻ വേണ്ടിയാണ്. പടച്ചോനിലുള്ള വല്ലാത്തൊരു പേടി, നന്മയിലേക്ക് വരാനുള്ള ഒരു മനസ്സ്, വല്ല ജീവിതത്തിൽ സംഭവിക്കുന്ന വല്ല തിന്മകളുമുണ്ടെങ്കിൽ അതൊന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവസരം. അത്തഖ്വാ ഹിയ അൻ തജഅല ബൈനക വബൈന മഹാരിമില്ലാഹി ഹാജിസാ, നീയും അല്ലാഹു വിലക്കിയിട്ടുള്ള ഹറാമും തമ്മിൽ മറയിടുക എന്നതാണ് തഖ്വാ. ഇപ്പൊ നിലവിൽ നമ്മുടെ അവസ്ഥ എന്താ? മലിനമായ വെള്ളം, ആ വെള്ളത്തിലേക്ക് ശുദ്ധമായ വെള്ളം ഒരുപാട് ഒഴിക്കുന്നവരെ പോലെയാണ് പാപികളായി പാപത്തിൽ ഉറച്ചു നിന്ന് പാപങ്ങളെ ന്യായീകരിച്ച് റമദാൻ കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങണമെന്ന വിചാരത്തോടെ എത്ര വെള്ളം ഒഴിച്ചാലും, എത്ര ഖുർആൻ ഓതിയാലും, എത്ര നോമ്പെടുത്താലും ഈ മാലിന്യ കറ കളയാതെ നമുക്ക് തഖ്വ നേടാൻ കഴിയൂല. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടണം നമുക്ക്, അള്ളാന്റെ സഹായം നമുക്ക് കിട്ടും, അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, പടച്ചോൻ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടാകും. എപ്പോ? അല്ലദീന തഖൗ, നമ്മൾ ഭക്തിയിലാകുമ്പോ, തഖ്വയിലായി ജീവിക്കുമ്പോ നമ്മുടെ കൂടെ നമുക്ക് രക്ഷകനായി കൂടെ വരുന്നതാണ്. മറ്റു ആയത്തുകളിലും പഠിപ്പിക്കുന്നുണ്ട്, വമയ്യത്തഖില്ലാഹ്, അല്ലാഹുവിനെ തഖ്വയോടെ ഒരാൾ സമീപിച്ചാൽ യുകഫിറു അൻഹു സയ്യാതിഹി, അവൻ ചെയ്തു പോയ ചെറുദോഷങ്ങൾ അതുകൊണ്ട് അല്ലാഹ് പുറത്തു കൊടുക്കും. വയുഅദിം ലഹു അജ്റാ, വമ്പിച്ച പ്രതിഫലം അല്ലാഹ് കൊടുക്കും. അങ്ങനെ തഖ്വ ഉണ്ടായുള്ള ചെറുതും വലുതുമായ ഗുണങ്ങളാണ്. വമയ്യത്തഖില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, ഏത് പ്രതിസന്ധികളിലും അവന് ഒരു പോം വഴി അല്ലാഹ് ഉണ്ടാക്കി കൊടുക്കും. രക്ഷപ്പെടൂലെന്ന് വിചാരിക്കുന്നിടത്ത് പടച്ചോൻ നമ്മളെ സിമ്പിളായി രക്ഷപ്പെടുത്തും. ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത തീകുണ്ടാരത്തിൽ, അഗ്നിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടു. അവിടുന്ന് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ പറഞ്ഞല്ലോ, പുറത്തു കടന്നു ഒരു പോറലേൽക്കാതെ. മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കുടുങ്ങിയ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു കടന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്ര ചരിത്ര സംഭവങ്ങൾ. ഒരിക്കലും പിളരാത്ത കടൽ പിളർന്നിട്ട് അതിന് നടുവിലൂടെ രക്ഷപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. എത്ര അത്ഭുതകരം. ഒരിക്കലും വൃദ്ധരായി വാർദ്ധക്യമെത്തിയാൽ കുഞ്ഞ് ജനിക്കുക എന്നത് പലപ്പോഴും പ്രകൃതിയിൽ നടക്കുന്നത് അപൂർവമാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ വാർദ്ധക്യത്തിലും സന്താനങ്ങളെ കിട്ടിയ ചരിത്രം പറയുന്നുണ്ട്. വമയ്യത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ എന്ന് പറഞ്ഞിട്ട് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത വഴിയിൽ അല്ലാഹ് റിസ്ക് നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര ജോലി ചെയ്താലും, എത്ര കച്ചവടം, ഏതെങ്കിലും മേഖല നമ്മൾ തിരഞ്ഞെടുത്താലും പടച്ചോൻ റിസ്ക് തരാതെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എത്ര വലിയ പരിചയക്കാരനാണെങ്കിലും, ആ ഫീൽഡിലെ എത്ര ഉയർന്ന ഒരാളാണെങ്കിലും പടച്ചോൻ നമുക്ക് റിസ്ക് തരാൻ വിധിച്ചിട്ടില്ലെങ്കിൽ പൂട്ടിപ്പോകേണ്ടി വരുമെന്നുള്ളതിന്റെ സൂചനയാണ്. റിസ്ക് പടച്ചോനാ തരുന്നത്. ഈ റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന മറ്റൊരു സവിശേഷമാണ് പാപമോചനം. പാപങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്നുള്ള മോചനം കിട്ടണമെന്ന് അതിയായി കൊതിച്ച് ആഗ്രഹിക്കേണ്ട സമയമാണ്. റമദാൻ കടന്നു വന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത പോയ ആൾക്കാർ നഷ്ടക്കാർ. റമദാനിന്റെ നോമ്പ് കൊണ്ട് ലഭിക്കുന്ന മഹത്തായ പുണ്യം പോലും പറഞ്ഞത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. പാപമോചനം കിട്ടണം, നരകമോചനം കിട്ടണം. വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, റമദാനിന്റെ മുഴുവൻ ദിവസവും മുഴുവൻ രാത്രിയിലും നരകമോചനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 10 അല്ല, രണ്ടാമത്തെ 10 അല്ല, ഒരു 10 അല്ല, മുഴുവൻ ദിവസവും നരകമോചനമുണ്ട്. നരകമോചനത്തിന് വേണ്ടി തേടണം, നരകമോചനം ആവശ്യമുണ്ടാകണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, റമദാൻ കൊണ്ട്, നോമ്പ് കൊണ്ട് നമുക്കുണ്ടാകേണ്ടുന്ന മറ്റൊരു വലിയ നേട്ടം അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. പടച്ചോനിലേക്ക് ഒരു ചാൺ അടുക്കണം. പടച്ചോൻ നമ്മളിലേക്ക് ഒരു മുഴം അടുക്കും. പടച്ചോനിലേക്ക് നമ്മളൊന്നിങ്ങനെ നടന്ന് അടക്കാൻ തുടങ്ങിയാൽ പടച്ചോൻ നമ്മിലേക്ക് ഓടിയടുക്കുമെന്ന ഹദീസ് പഠിപ്പിച്ചത്.
പടച്ച റബ്ബ് നമ്മളെ അങ്ങ് ചേർത്ത് പിടിക്കും. അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാകാൻ, പടച്ചവനിലേക്ക് നമ്മൾ ചെല്ലണം. അതിന് നോമ്പ് നല്ലൊരു മാർഗമാണ്. നമ്മോട് ഏറ്റവും അടുത്തവനായി നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെന്ന ബോധ്യം നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലക്ക് ഖുർആൻ തുറക്കാത്ത മനുഷ്യരോടാണ് സംസാരിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഒരു തവണ തൻ്റെ വിശുദ്ധമായ ഖുർആൻ തുറന്നു നോക്കാതെ പോയവരുണ്ടെങ്കിൽ ഇനി എന്നാണ്? ഈ ദിവസത്തിൽ നോമ്പുകൾ കഴിഞ്ഞ് തറാവീഹുകൾ കഴിഞ്ഞു തുടങ്ങുമ്പോൾ ഇപ്പോഴും ഖുർആനിന്റെ അധ്യാപനങ്ങൾ തുറന്നു മറിച്ചു നോക്കാതെ, ഓതി നോക്കാതെ, പഠിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ ഇനി എന്നാണ് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങാൻ കണ്ടിരിക്കുന്നത്? ദീൻ എന്ന് പറയുന്ന ഈ മഹത്തരമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അള്ളാഹുവിന്റെ വിശുദ്ധമായ ഈ ദീൻ റമദാൻ എന്ന മാസത്തിന്റെ പോരിശ പറഞ്ഞപ്പോ എണ്ണി പറഞ്ഞത് എന്താ? ഖുർആൻ അവതീർണമായ മാസമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യവും അസത്യവും വേർതിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ്. അതിലാണ് നോമ്പ് നിർബന്ധമാക്കിയത്. ഖുർആനുമായി വല്ലാത്ത ബന്ധമാണ്. നമ്മളോട് ചോദിക്കാം, മറ്റൊരാളിലേക്ക് നമ്മുടെ വിരൽ ചൂണ്ടുന്നില്ല, ഞാൻ എന്നോടാണ്. എത്ര പേ ചോദി? ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക, വേറെ ആരും കണക്ക് കാണിക്കാനൊന്നുമില്ല. നാം എത്ര പേജ് വിശുദ്ധ ഖുർആൻ തുടങ്ങിയിട്ട് റമദാൻ ഓതിയിട്ട് റമദാനിന്റെ മാസമായിട്ട് റമദാനിന്റെ നല്ല ദിവസങ്ങൾ അടുത്തു വന്നിട്ട് എത്ര പേജ് നമുക്ക് ഓതാൻ കഴിഞ്ഞു? ഇപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ പോക്ക് പോയാൽ എനിക്ക് എത്ര ഖത്മ് ചെയ്യാൻ പറ്റും? തിരക്ക് എന്ന് തീരാനാ? നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രതിസന്ധിയൊക്കെ എന്ന് തീർന്നിട്ട് ഓതാന്ന് വിചാരിക്കുന്നത്? ഈ പോക്കാണ് പോണതെങ്കിൽ എനിക്ക് എത്ര ഓതാൻ കഴിയും? ഞാൻ വിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്, എത്ര സൂറത്തുകൾ ഞാൻ ഹിഫ്ളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആലോചിക്കേണ്ട സമയമാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഇസ്ലാം പറയുന്ന ആ വാക്കുണ്ടല്ലോ, അള്ളാന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ. നബിയേ, താങ്കൾക്ക് ഇതാ വഹി നൽകിയിരിക്കുന്നു. എന്ത്? റൂഹം മിൻ അംരിനാ, നമ്മുടെ കാര്യത്തിന്റെ റൂഹ്. ഖുർആനെ വിശേഷിപ്പിച്ചത് റൂഹ് തന്നിരിക്കുന്നു, ആത്മാവാണ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, വഹുവ ഹാദൽ ഖുർആനുൽ കരീം, ഈ റൂഹ് എന്ന് പറയുന്നത് ഖുർആനാണ്. സമ്മാഹു റൂഹ, അതിനെ വിശേഷിപ്പിച്ചത് ലിഅന്ന റൂഹ യുഹയാ ബിഹിൽ ജസദ്, കാരണം ഒരാളുടെ ശരീരത്തിന് ജീവൻ വെക്കുന്നത്, ഉന്മേഷം കിട്ടുന്നത് ആത്മാവ് ഉണ്ടാകുമ്പോഴാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് ജീവൻ കിട്ടുന്നത്, ഉണർവുണ്ടാകല് ആ മനുഷ്യന് റൂഹ് ഉണ്ടാകുമ്പോഴേ. ഏതാ റൂഹ്? ഖുർആൻ. വൽ ഖുർആനു തുഹ്യാ ബിഹിൽ ഖുലൂബു വൽ അർവാഹ്, ആത്മാവും മനസ്സും ഹൃദയവും ഉണർന്ന് പ്രവർത്തിക്കുന്നത് ആ ഖുർആനിലൂടെയാണ്. വതുഹ്യാ ബിഹി മസാലിഹുദ് ദുനിയാ വദ്ദീനി, ദീനിന്റെയും ദുനിയാവിന്റെയും പ്രവർത്തനങ്ങൾക്ക് ഉണർവുണ്ടാക്കുന്നതും ഖുർആനാണ്. ധാരാളം നമുക്ക് അറിവും അതുപോലെ നന്മയും തരുന്നതും ഈ ഗ്രന്ഥമാണ്. അതുകൊണ്ട് മനുഷ്യരെ, ഈ ചൈതന്യം, ഈ റൂഹിനെ നമ്മൾ വിട്ടുപോകരുത്. മറ്റൊരായത്തിൽ പറഞ്ഞത് കാണാം, വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകൾക്ക് നാം കൊടുത്തിട്ടുള്ള സന്മാർഗത്തിന്റെ വെളിച്ചമാണ്. തുറക്കാത്ത ഏത് ഇരുട്ടും തുറന്ന് മറ നീക്കി വെളിച്ചം നമുക്ക് നൽകിയ ഗ്രന്ഥമാണ് ഖുർആൻ. അത് നമുക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മളത് പാലിക്കാതെ പോയി ജീവിക്കുന്നവരായിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊക്കെ എത്ര ദുഷിച്ചവരായി മാറുമായിരുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. സൂറത്ത് യൂനുസിന്റെ 57-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, മുസ്ലിങ്ങളെ. മുസ്ലിങ്ങളെ എന്ന് മാത്രല്ല, അള്ളാഹുവിന്റെ ഖുർആൻ വിളിക്ക മനുഷ്യന്മാരെ എല്ലാവർക്കും ബാധകമാണ്. ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നിതാ നിങ്ങൾക്ക് സാരോപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശിഫയാണ് തന്നിരിക്കുന്നു. മരുന്ന്, ഔഷധാണ് എന്നാണ്. ശിഫയാണ്, മരുന്നാണ്, ഔഷധമാണ് ഈ ഖുർആൻ. എന്തിന്റെ ഔഷധം? ഹൃദയത്തിൽ അടഞ്ഞുകൂടിയിട്ടുള്ള സകല രോഗങ്ങൾക്കുമുള്ള ശമനമാണ് ഖുർആൻ. പക, വിദ്വേഷം, അസൂയ, കളവ്, മനുഷ്യന്റെ നന്മകൾ മുഴുവൻ നശിപ്പിക്കുന്ന എല്ലാത്തിനെയും നീക്കി കറകളയാനുള്ള ശിഫയാകുന്ന ഗ്രന്ഥമാണ്. നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റുമോ? നമ്മുടെ പക നീങ്ങി കിട്ടുന്നുണ്ടോ? നമ്മുടെ തളക്കുന്ന പ്രതികാര ചിന്ത ഒടുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ പിണക്കങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ കൽബിനെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ശരിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞോ? ഇത് ശിഫയാക്കപ്പെട്ട ഗ്രന്ഥമാണ്. മഹാരഥന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, ഖുർആൻ ഒരാളുടെ ജീവിതത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ മുന്നിൽ നമ്മളെ നയിക്കുന്നത് ഖുർആനാണെങ്കിൽ, മൻ ജഅലഹു അമാമഹു
ഖാദ ഇലൽ ജന്ന. നബി തങ്ങൾ പറയാണ്, ഒരാൾ അയാളെ മുന്നിൽ നിന്നുകൊണ്ട് ഖുർആൻ നയിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിലെത്തും. വമൻ ജഅലഹു ഖൽഫ, ഒരാളുടെ പിന്നിലാണ് ഖുർആനെങ്കിൽ സാഖഹു ഇലന്നാർ, അയാളെ നരകത്തിലേക്ക് നയിക്കപ്പെടും. മൂപ്പരൊരു വഴിക്ക് ഇങ്ങനെ പോണുണ്ട്, ഖുർആൻ മറ്റേതോ വഴിക്കാണ് പോണത്. അതിൽ പറഞ്ഞ നിയമങ്ങളോ അതിൽ പറഞ്ഞ കൽപ്പനകളൊന്നും മൂപ്പർക്ക് ബാധകമായിട്ടില്ലെങ്കിൽ ആ പോക്ക് അദ്ദേഹത്തെ നരകത്തിലേക്ക് എത്തിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റമദാൻ മാസം വന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഫ്രൂട്ട്സ് കച്ചവടവും ഭക്ഷണ കച്ചവടങ്ങളും സമൂസ കച്ചവടങ്ങളും ഒന്നുമല്ല. റമദാൻ മാസം ഞങ്ങളിലേക്ക് വന്നാൽ ഞങ്ങൾ ഷഹ്റുൽ ഖുർആനി വ ഷഹ്റു ഇത്ആമുൽ മസാകീൻ. ഇമാം സുഹരി പറയാണ്, ഞങ്ങൾക്ക് റമദാൻ വന്നാൽ ഖുർആൻ ഓതുന്ന മാസമാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന മാസമാണ്. ഞങ്ങൾ അതിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി സാധാരണ മദീന പള്ളിയിൽ ധാരാളമായി ഹദീസ് ക്ലാസ് നടത്തിയിരുന്ന പണ്ഡിതനായിരുന്നു. റമദാൻ വന്നാൽ ഇനി ഖുർആൻ ഓത്തായിരുന്നു പണി. ഹദീസ് മോശമായതുകൊണ്ടാണോ? അല്ല. പക്ഷേ വിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനം അതായിരുന്നു. ഇമാം ഖതാദ റഹ്മഹുല്ലാന്റെ ജീവചരിത്രം വായിക്കുന്ന കിതാബിൽ കാണാം, നോർമൽ ദിവസത്തിൽ, സാധാരണ ദിവസത്തിൽ 7 ദിവസം കൂടുമ്പോൾ ഖത്മ ചെയ്യാറുണ്ടായിരുന്നു. റമദാൻ വരണ്ട, സാധാരണ ഒരു ദിവസം വന്നാൽ 7 ദിവസം കൂടുമ്പോൾ ഖത്മ ചെയ്യും. റമദാൻ മാസം വന്നാൽ 3 ദിവസം കൊണ്ട് ഖത്മ ചെയ്യും. അതായിരുന്നു പണി. അവസാനത്തെ 10 വന്നാൽ ഒരു ദിവസം കൊണ്ട് ഖത്മ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. നമ്മൾ എത്ര ദൂരത്താ എന്ത് ചോദിക്കും, നമ്മൾ എത്ര പിറകിലാണ്. നമുക്ക് എത്ര ഓതാൻ കഴിഞ്ഞു. മൊബൈൽ ഫോൺ സംവിധാനങ്ങളുണ്ട്, വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. വേണ്ടി വന്നാലൊന്ന് വിചാരിച്ചാൽ ഒഴിവു സമയങ്ങൾ പോലും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മളെ കുറിച്ചൊന്ന് ഇരുന്ന് ചിന്തിക്കുക, ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് നോക്ക്, ഹുദയാണ്, റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, കാരുണ്യമാണ്. അതുകൊണ്ട് ഈ കാരുണ്യത്തോട്, ഈ ഹുദയോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുക. വഅഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുക, ദാനം ചെയ്യുക. ഇതൊക്കെ കച്ചവടമാണ്, നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് ഖുർആൻ ഓതുന്നോണ്ട് തെറ്റുണ്ടായിട്ടൊന്നല്ല പറയുന്നത്. മുസ്ഹഫ് കയ്യിലുണ്ടായിരിക്കും. മുസ്ഹഫ് ഉണ്ടായ ഒരു സ്ഥലത്ത് നമ്മൾ ഏറ്റവും പരിഗണന കൊടുക്കേണ്ടത് മുസ്ഹഫ് തന്നെ എടുത്ത് ഓതുക. കാരണം അതിൽ വേറൊന്നുമില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ട്, മറ്റു ആപ്പുകളുണ്ട്, എല്ലാത്തിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് മാത്രമാണത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ഹഫ് എടുത്ത് ഓതുന്നതിന്റെ പ്രതിഫലം അത് വേറെ തന്നെയാണ്. അതിനൊരു പരിഗണന ഉണ്ടാവുക. ഒരു ദിവസത്തിൽ 5 നേരം നിസ്കാരമുണ്ട്. ഒരു നിസ്കാരത്തിന്റെ മുമ്പ് 2 പേജ്, ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് 2 പേജ് ഓതാൻ ശ്രമിച്ചാൽ ഒരു ഖത്മ ഒരു മാസം കൊണ്ട് കിട്ടും. അതേ സമയത്ത് ഒരു നിസ്കാരത്തിന്റെ മുമ്പ് 4 പേജ്, ഒരു നിസ്കാരം കഴിഞ്ഞാലും 4 പേജ് ഓതാൻ കഴിഞ്ഞാൽ 2 ഖത്മ ചെയ്യാൻ പറ്റും. 6 പേജ് നിസ്കാരത്തിന്റെ മുമ്പ് ഓതാൻ കഴിഞ്ഞാൽ, ശേഷം 6 പേജ് ഓതാൻ കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് 3 ഖത്മ തീർക്കാൻ പറ്റും. ഇതൊന്നും വിചാരിച്ചാൽ നടക്കാത്തെന്തോ അത്ഭുതങ്ങളല്ല. നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ മതി. ഇഖ്റഉൽ ഖുർആന, നന്നായി ഖുർആൻ ഓദിക്കോ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ആരും സഹായിക്കാനില്ല, നാട്ടുകാരില്ല, ബന്ധുക്കളില്ല. നമ്മുടെ അമലുമായി പരലോക കോടതിയിൽ വരുമ്പോൾ ഒരു സഹായത്തിന് കൊതിച്ചു പോകുന്ന സമയത്ത് ആ ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് ശഫാഅത്ത് നടത്താൻ വേണ്ടി മുന്നോട്ട് വരും. നമ്മൾ അതിൻ്റെ ആളായി മാറിയെങ്കിലേ കിട്ടുള്ളൂ, അല്ലാതെ ഇത് നടക്കൂല. മനപ്പാഠമാക്കാൻ കഴിയാവുന്ന അത്രയും ആയത്തുകൾ ഹിഫ്ളാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ അന്യ സംസ്ഥാനക്കാർക്ക് മാത്രം ഏൽപ്പിക്കപ്പെട്ട ചുമതലയല്ല. പരമാവധി ഹിഫ്ളാക്കുന്നത് മക്കൾക്ക് മാത്രമുള്ള പണിയല്ല. അത് KG ക്ലാസ്സിലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള പണിയല്ല. ഓരോ വിശ്വാസിക്കും വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുക എന്നത് ബാധ്യതയുണ്ട്. വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാൾ ഉപരിയായി ഖുർആനിൽ ഇതുവരെ നമ്മൾ ഓതിയ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചൊക്കെ എന്താണ് ഈ പറയുന്നത്? അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ എന്താ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ അതിന് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ കൽബിന്? ഖുർആൻ എന്തൊക്കെ പറയുന്നുണ്ട്? ആ പറഞ്ഞ ആശയങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് കയറുന്നില്ലേ? നിങ്ങൾ എന്താ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഖുർആൻ ഇങ്ങനെ ഓതി തുടങ്ങി. ആ ആയത്തുകൾ ഓതിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് വിതുമ്പി ആ നമസ്കാരം പൂർത്തിയാക്കാൻ പ്രയാസപ്പെടുമായിരുന്നു. നമുക്ക് ഇന്ന് വരെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ഇടയ്ക്ക് ഒരു ആയത്ത് ഓതിയിട്ട് പൂർത്തിയാക്കാൻ വല്ല പ്രയാസം വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉള്ളിൽ എന്താ പറയണെന്നുള്ളത് നമുക്കറിയില്ല. ശരിക്കൊന്ന് ഹൃദയം തുറന്ന് വായിച്ചു നോക്കി, ഒരു പേജ് നമുക്ക് കരയാതെ ഓതാൻ കഴിയില്ല. അതിൻ്റെ പലതും കാമ്പുകൾ വായിച്ചാൽ
മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ രാത്രികാലത്ത് പുറത്തിറങ്ങി നടക്കുക. എന്തിനാ? നാട്ടിലെ ആളുകളുടെ പ്രയാസങ്ങൾ രഹസ്യമായി അറിയാൻ. ഒരു ഭരണാധികാരിയാണോ, വാർഡ് മെമ്പറാണോ, പഞ്ചായത്ത് മെമ്പറാണോ, രാഷ്ട്രീയക്കാരനാണോ, ആ ചരിത്രം ഒന്ന് വായിച്ചു നോക്കി. ഉമർ ഖത്താബ് തങ്ങൾ എന്തിനാ രാത്രി പുറത്തിറങ്ങി നടന്നിരുന്നത്? വേഷം മാറി നടക്കുന്നു, ഖലീഫയാണ് വരുന്നത് എന്ന് അറിയാതിരിക്കാൻ. ഒരിക്കൽ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു ഓത്ത് ഇങ്ങനെ കേൾക്കാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി. അല്ലാഹുവിന്റെ അദാബ് സംഭവിക്കും, ഒരാൾക്കും തടുക്കാൻ പറ്റൂല. ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് കേട്ടപ്പോ ഉമർ ഖത്താബ് തങ്ങൾ നേരെ വീട്ടിലേക്ക് ഓടി. ഒരു മാസക്കാലം പനി പിടിച്ച് വീട്ടിൽ കിടന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ അസുഖം ബാധിച്ചു. കാണാൻ വന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്താണ് നിങ്ങളുടെ അസുഖം എന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, ആ 2 ആയത്തുകൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂറിന്റെ 7-8 ആയത്തുകൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. പനി പിടിച്ചു, അസുഖബാധിതനായ ആയത്ത് കേട്ടിട്ട് ഞാനും നിങ്ങളൊക്കെ ഈ അള്ളാന്റെ കലാമ കേട്ടിട്ട് എന്തൊരു അളക്കമാണ് നമുക്കുണ്ടായത്. നമ്മൾ നമ്മുടെ തോന്നിവാസങ്ങൾ അവസാനിപ്പിച്ചോ? നമ്മൾ നമ്മുടെ സംസാരങ്ങൾ ശരിപ്പെടുത്തിയോ? നമ്മുടെ ലൈംഗിക ബന്ധങ്ങൾ ശരിപ്പെടുത്തിയോ? നമ്മുടെ വൈവാഹിക ജീവിതത്തിന്റെ ചിട്ട പാലിച്ചോ? നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശരിക്കും ശക്തിപ്പെടുത്തിയോ? വാപ്പയോട് ഉമ്മയോട് മാന്യമായി സംസാരിക്കാൻ തുടങ്ങിയോ? കച്ചവടക്കാരൻ എന്ന നിലക്ക് നീതി പാലിച്ചോ? ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ ജീവിതത്തിന്റെ മൊബൈൽ ഫോണിന്റെ കറകൾ നമ്മൾ കഴുകി കളഞ്ഞോ? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാന്റെ കലാം എവിടെയാണ് തൊട്ടത്? ഒരു സ്ഥലം ചിന്തിച്ചു, ഒരു സ്ഥലം. പലിശക്കാരാതിന്റെ പലിശ നീ ഒഴിവാക്കിയോ? മോശപ്പെട്ട പ്രവർത്തനങ്ങളും സംസാരങ്ങളുമായി ജീവിക്കുന്നവരെ നീ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ഖുർആനെ കുറിച്ച് ആലോചിച്ചത്, ചിന്തിച്ചത്? വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ബാധ്യതയാണ്. നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം. സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാണ്, നിങ്ങൾക്കറിയോ അള്ളാഹ്ക്ക് ചില ആൾക്കാരുണ്ട്, അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, മനഹും യാ റസൂലല്ലാഹ്, ആരാ റസൂലേ അല്ലാഹുവിന്റെ സ്വന്തക്കാര്? ഹും അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസതുഹു. ഖുർആൻ പഠിക്കുന്ന, ഖുർആനിനോട് ഇഷ്ടം വെച്ച് ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ്. ഇന്ന് പഠിക്കാൻ എന്താ അവസരങ്ങൾ! പണ്ട് പണ്ഡിതന്മാരെ തേടി മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ സഞ്ചരിച്ച ചരിത്രം വായിക്കണം. ഇന്ന് ഓരോ പ്രദേശങ്ങളിലും അതാത് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പള്ളിയിൽ ശനിയാഴ്ച ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അള്ളാന്റെ കലാം പഠിക്കാൻ എന്താ തടസ്സം? പ്രയാസം പറയാൻ പറ്റുമോ? അള്ളാന്റെ മുമ്പിൽ പറയാൻ പറ്റിയ കാരണം ആലോചിച്ചു. മൊബൈൽ ഫോണിൽ ഇരുന്നാൽ നിരവധി ഖുർആൻ പഠന കോഴ്സ് നടക്കുകയാണ്. എന്ത് ന്യായ നമുക്ക് പറയാൻ പറ്റുക? വിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധ പ്രമാണങ്ങളെ പഠിക്കാൻ എന്തെല്ലാം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ വിജ്ഞാന പരീക്ഷ റമദാൻ മാസത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുക. സൂറത്തു സജദയാണ് ഇപ്രാവശ്യം. എല്ലാ നിലക്കും ജനങ്ങൾക്ക് ഖുർആൻ തുറന്ന് പഠിച്ച് ഒരു സൂറത്തെങ്കിലും അർത്ഥം മനസ്സിലാക്കാനുള്ള അവസരമാണ്. നമ്മുടെ പേര് കൊടുത്തോ? കുട്ടികൾ അടക്കമുള്ളവരെ പഠിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇങ്ങനെ ഏത് മേഖലയിലാവട്ടെ അള്ളാന്റെ കലാം പഠിക്കാനുള്ള വേദികൾ, അവസരങ്ങൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുക. 5 വിശുദ്ധ ഖുർആൻ കേൾക്കുക. ഇതുവരെ പറഞ്ഞതൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? അള്ളാന്റെ കലാം കേൾക്കുക. നമ്മുടെ മൊബൈൽ ഫോണുകളിലോ അല്ലെങ്കിൽ ടെലിവിഷനുകളിൽ മ്യൂസിക്കിന്റെ അതിപ്രസരം കൊണ്ട് അതിൽ ലയിച്ചു പോയ മനുഷ്യര് നമുക്ക് കൂലി കിട്ടുന്ന വല്ല കാര്യമാണോ? ശൈത്വാനിന്റെ രാഗമെന്ന് വിശേഷിപ്പിച്ചതാണ് മിസ്മാറു ശൈത്താൻ. പിശാചിന്റെ രാഗമാണ്, ഇഷ്ടമാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. അള്ളാന്റെ ഖുർആനോ, അള്ളാന്റെ ഖുർആൻ കേട്ടാൽ ഫസ്തമിഉ ലഹു വഅൻസിതു, ശ്രദ്ധിച്ച് കേട്ടോ, മൗനമായി ഇരുന്നോ. ലഅല്ലകും തുർഹമൂൻ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിച്ചേക്കാം. അള്ളാന്റെ റഹ്മത്ത് കിട്ടും. മൊബൈലുണ്ട് ഓണാക്കിയിട, അൽബക്കർ ഓണാക്കിട്ടോ, ഏതെങ്കിലും സൂറത്ത് ഓണാക്കിട്ടോ. ഇരുന്ന് കച്ചവടക്കാരെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് എന്താ കേൾക്കുന്നത്? യാത്രയിലുടനീളം ഹെഡ്സെറ്റ് വെച്ചിട്ട് എന്താ കാണുന്നത്? അള്ളാന്റെ കലാമുമായി വല്ല ബന്ധമുണ്ടോ എന്ന് തുറന്നു വെച്ച് കേട്ടു നോക്ക്, നിനക്ക് അള്ളാന്റെ റഹ്മത്ത് കിട്ടും. വീട്ടിൽ ബർക്കത്തില്ലാത്തതിന് എന്തെങ്കിലും മൂലയിൽ കുഴിച്ചിട്ടിട്ട് കാര്യമില്ല. ഏതെങ്കിലും നിലക്കുള്ള അന്ധവിശ്വാസങ്ങളുടെ കെട്ടുകൾ കെട്ടിത്തൂക്കിയിട്ട് കാര്യമില്ല. വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവണോ? എത്ര പേജ് അവിടെ ഓതുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയും. ഓത്തിനനുസരിച്ച് വീട്ടിലും കച്ചവടത്തിലും ബർക്കത്ത് കൂടും. എന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അവസാനമായി പറയാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട ജിഹാദ് നമ്മൾ നടത്തണം. ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ സമ്പത്ത്, സമുദായത്തിന്റെ സമ്പത്ത്, പാവപ്പെട്ട മനുഷ്യർ നൽകുന്ന ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നൽകുന്ന സമ്പത്ത് എന്തിനാ ഉപയോഗിക്കേണ്ടത്? പ്രമാണിത്രം കാണിക്കാനല്ല, നമ്മുടെ ആളുകളുടെ കൂട്ടായ്മ കാണിക്കാനല്ല, പൊങ്ങച്ചം കാണിക്കാനല്ല, അള്ളാന്റെ ദീന് ജനങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ. ഫലാ തുതിൽ കാഫിരീൻ, കാഫിരീങ്ങൾ അനുസരിക്കല്ലേ. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, അതുകൊണ്ട് ജിഹാദ് നടത്തണം. ഖുർആൻ കൊണ്ട് ജിഹാദ്.
ജനങ്ങൾക്കത് എത്തിച്ചു കൊടുക്കുക. ഖുർആനിന്റെ ജീവിക്കുന്ന പകർപ്പായി നമ്മൾ മാറുക. പാടില്ല എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് ചെയ്യുക എന്നത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ആരൊക്കെ എന്തൊക്കെ നമ്മളെ പറഞ്ഞ് തള്ളിയിടാൻ ശ്രമിച്ചാലും ഏറ്റവും വലിയ പാപമാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ വേറെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹ് കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്. ചെയ്യണ കച്ചവടം ഹലാലാണോ എന്ന് സ്വയം പരിശോധിക്കുക. അല്ലാഹ് കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്. വഹറമ റിബ, പലിശ ഹറാമാക്കിയിട്ടുണ്ട്. പലിശ ഹറാമാക്കിയിട്ടുണ്ട്. അതിന്റെ ഏത് ഇനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ അത് ഒഴിവാക്കാതെ നമ്മുടെ സമ്പത്ത് ശുദ്ധിയാകൂല. പലിശക്കാരൻ നല്ല അപകടത്തിലാണുള്ളത്. വലാ തഖറബു സിനാ, വ്യഭിചാരത്തെ സമീപിക്കരുത്. കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഏതുകൊണ്ട് എന്തൊക്കെ വേഗമുണ്ട് അതുമായി ബന്ധപ്പെടുന്നത് സൂക്ഷിച്ചോളൂ. ഖുർആന്റെ കൽപ്പനയാണ്. ലഹരിയുമായി വല്ല ബന്ധവും നമുക്കുണ്ടോ? അള്ളാന്റെ കലാമ് പറയാണ് നമുക്കതോട്ട് ബന്ധം പറ്റൂല. കാരണം ഏറ്റവും മോശപ്പെട്ട പരിപാടി മദ്യമാണ്. മദ്യത്തെ കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞത് റിജ്സും മിൻ അമലി ശൈത്താൻ, അതൊരു പൈശാചികതയാണ്, അതൊരു നല്ല കാര്യമല്ല. ഫജ്തനിബൂ, നിങ്ങളത് പാടെ ഉപേക്ഷിക്കണം. മദ്യത്തിന്റെ ഒരംശം നമുക്ക് പറ്റൂല. ഒരു സിഗരറ്റ് പോലും വലിക്കാൻ നമുക്ക് പറ്റൂല. ഒരെണ്ണം. പണം ചെലവാക്കുന്നു, സമ്പത്ത് പോകുന്നു, ആരോഗ്യം നശിക്കുന്നു, ബാക്കിയുള്ളവർക്ക് രോഗം കൊടുക്കുന്നു. അത് കച്ചവടം ചെയ്യുന്നവനാണെങ്കിലോ അവന്റെ കച്ചവടം വരെ ഹറാമില്ല. പിന്നെ MDMA ബാക്കിയുള്ള സാധനം കയ്യിലേക്ക് ചേർത്തോളിയും. ഖുർആനാണ് ഈ പറയുന്നത്. വലാ തഖ്തുലുൻ നഫ്സ, ഒരാളെയും കൊല്ലരുത്. വലാ തുഫ്സിദൂ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞതാ. അത് ചെയ്യാതിരിക്കുക. ചെയ്യണം എന്ന് പറഞ്ഞതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണേ. അവരങ്ങാടിയിൽ കിടക്കേണ്ടവരല്ല, ഫുട്പാത്തുകളിൽ നിരങ്ങേണ്ടവരല്ല, അവർ അവസാനം മക്കളുണ്ടായിട്ട് നോക്കാത്ത അവസ്ഥയിലേക്ക് വരേണ്ടവരല്ല. അവർക്ക് പുണ്യം ചെയ്യേണ്ടവരാണ്. വാശിറുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് മാന്യമായി പെരുമാറണേ. അങ്ങനെ കുറെ കൽപ്പന ഉണ്ട്. ഇതൊക്കെ പാലിക്കാനുള്ളതാ. അതൊരു വലിയ ജിഹാദാ. അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ച നന്മകൾ ചെയ്യുകയും പാടില്ലെന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അങ്ങനെ ശരിയായ രൂപത്തിൽ അതിൻ്റെ അഹിലുകാരനായി വിശുദ്ധ ഖുർആനിന്റെ ശുപാർശ ലഭിക്കുന്നവരായി മാറാൻ ഈ റമദാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.